2025 ഇന്ത്യ ലോകം കീഴടക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് പ്രവചനമുണ്ടായിട്ട് വർഷങ്ങളായി. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം വിശ്വഗുരുവായി, വിശ്വനായകനായി, കമലഹാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉലക നായകനാകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയായിരുന്നു ലോകത്തിൻ്റെ പോലീസ്. അമേരിക്ക തീരുമാനിക്കും ഡോളർ എത്ര വേണം, ലോകം എങ്ങനെ ചലിക്കണം, ഏത് രാജ്യത്ത് യുദ്ധം വേണം, എപ്പോൾ യുദ്ധം തുടങ്ങണം, എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം, ആരൊക്കെ ആയുധം വാങ്ങണം, എല്ലാം അമേരിക്ക തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, ചെറിയ ചെറുപ്പമുണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ വിളിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, സാമ്രാജ്യത്വം തുലയട്ടെ, ബൂർഷ്വാസി നശിക്കട്ടെ. ഇങ്ങനെ വിളിച്ച് വന്ന് ഞങ്ങൾക്ക് വട്ടാകുമ്പോൾ തിരിച്ചു വിളിക്കും, ബൂർഷ്വാസി നശിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, പെറ്റി. പിന്നെ ഇടയ്ക്ക് കുറച്ചൊരു തമാശയ്ക്ക് വേണ്ടി പെറ്റി ബൂർഷ്വ നശിക്കട്ടെ എന്നൊക്കെ പറയും. ആ കാലം പോയി. യൂറോപ്യൻ യൂണിയൻ കയറി വന്നു, സോവിയറ്റ് റഷ്യ വന്നു, കട്ടയ്ക്ക് അമേരിക്കയോടൊപ്പം സോവിയറ്റ് റഷ്യ നിന്നു. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. ഇത് ജനങ്ങളുടെ ചാനലാണ്. ജിയോ പൊളിറ്റിക്സ് മുതൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളുടെ വരെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വ്യത്യസ്തവും വേറിട്ടതുമായ ഒരു ജനകീയ ചാനൽ. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് വീണ്ടും കയറാം. ലോക പോലീസായിരുന്ന അമേരിക്ക, സോവിയറ്റ് റഷ്യ, അമേരിക്ക ആരെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തുമോ അവർക്കെല്ലാം സോവിയറ്റ് റഷ്യ സഹായം കൊടുക്കും. നെഹ്റുവിൻ്റെ കാലത്ത് അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അമേരിക്ക തന്നില്ല എന്ന് മാത്രമല്ല, റഷ്യയോട് തരരുതെന്ന് പറയുകയും ചെയ്തു. ലോകത്ത് ഒരു രാജ്യവും ഇന്ത്യയെ സഹായിക്കരുതെന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട് മിസ്റ്റർ ട്രംപേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി 79 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ സഹായിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഒരു നരേന്ദ്രമോദിക്ക് ഇതാ സുവർണാവസരം വന്നിരിക്കുന്നു നിങ്ങളെ പിടിച്ചു കെട്ടാൻ. നിങ്ങളുമായി ഇടയ്ക്ക് സൗഹൃദമൊക്കെ കൂടി ഇന്ത്യ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ കാൽക്കീഴിൽ നിൽക്കുമെന്ന്. തെറ്റിപ്പോയി. നിങ്ങളുടെ അമേരിക്കയിലെ കമ്പനികളായ ഇറാനിലെയും സൗദിയിലെയും എണ്ണ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വാങ്ങാതിരുന്നു. നിങ്ങൾ എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വാങ്ങി. അതിനേക്കാൾ എണ്ണ വില കുറച്ചു തരുന്ന സോവിയറ്റ് റഷ്യയിലേക്ക് പോകാൻ നിങ്ങൾ അമേരിക്ക തന്നെയാണ് ഞങ്ങൾ ഉപദേശിച്ചത്. ഞങ്ങൾ റഷ്യയിലേക്ക് പോയി എണ്ണ സീരിയസ് ആയിട്ട് വാങ്ങിയപ്പോൾ, നിങ്ങളുടെ ഇറാനിലെയും സൗദിയിലെയും എണ്ണ വാങ്ങലിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ പോലെയായി. ഞങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തി. ഞങ്ങൾ പോടാ പുല്ല് എന്നുള്ള നിലയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യ വളർന്നു. പഴയ ഇന്ത്യ അല്ല ഇത്, പുതിയ ഇന്ത്യ. ഇതൊന്നൊന്നര വലിയ ഇന്ത്യയാണ്. 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിയുള്ള ഇന്ത്യയാണ്. ആ ഇന്ത്യ 25% തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഉടൻ നിങ്ങൾ 50%, പലതിനും 100%, പ്രതിരോധവും ഉപരോധവും ഏർപ്പെടുത്തി. അപ്പോഴും ഞങ്ങൾ കുലുങ്ങിയില്ല. ഞങ്ങളുടെ നിത്യശത്രുവെന്ന് നിങ്ങൾ എഴുതി വച്ചിരുന്ന ചൈനയുമായി ഞങ്ങൾ കൈകോർത്തു. മോഡി ചൈനയുമായി ബന്ധം വച്ചു. അങ്ങനെ ഞങ്ങൾ റഷ്യയുമായി ബന്ധം വച്ചു. പുട്ടിനെ കണ്ടു കഴിഞ്ഞു. പുട്ടുമായി ടെലഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. വീഡിയോ കോളിലൂടെ കണ്ടു. നേരിട്ടുള്ള ചർച്ചകൾ വരുന്നു. അങ്ങനെ റഷ്യ, ഇന്ത്യ, ചൈന പുതിയ അച്ചുതണ്ട് ലോകത്ത് രൂപപ്പെടുന്നു. ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ആഗസ്റ്റ് 15 ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഡൽഹി ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഡോളറിനെ ഞങ്ങൾ പിടിച്ചു കെട്ടും. അതിന് തന്നെയാണ് മോഡിയുടെ ജന്മമെന്ന് ലോകം പറഞ്ഞു തുടങ്ങി. കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു. 25 മുതൽ 40 വരെ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വളരെ മനോഹരമായി നടപ്പിലാക്കി. ഓപ്പറേഷൻ മഹാദേവ നടപ്പിലാക്കി. പാകിസ്ഥാനെ വിറപ്പിച്ചു. അത് വിറപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈര്യത്തെ വല്ലാതെ വളർത്താനായി അമേരിക്ക ഇടയ്ക്ക് വന്ന് സമാധാനം എന്നൊക്കെ പറഞ്ഞു വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ലോകത്തിലെ 32 രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള 32 രാജ്യങ്ങളിൽ എല്ലാവരെയും, അതാണ് എൻ്റെ കൗതുകം, കോൺഗ്രസ്സുകാരനായ ശശി തരൂരിനെയും CPM-കാരനായ ജോൺ ബ്രിട്ടാസിനെയും DMK-കാരിയായ കനിമൊഴിയെയും അടക്കമുള്ള 59 വരുന്ന MP-മാരെ, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള MP-മാരെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് ഇന്ത്യയുടെ മഹത്വവും ഇന്ത്യയുടെ നിലപാടും അറിയിച്ചു. അതാണ് ഭാരതം. പുതിയ ഇന്ത്യയാണിത്, പഴയ ഇന്ത്യ അല്ല. ഈ ഇന്ത്യ ലോകത്തെ കീഴടക്കും, വെട്ടിപ്പിടിക്കും. എങ്ങനെ? ആയുധം കൊണ്ടല്ല, ബുദ്ധിപരമായിട്ടുള്ള സൗഹൃദപരമായ സ്ട്രാറ്റജിക്കായ ഇടപെടലുകളിലൂടെ ലോകത്തിന് കോവിഡ് മരുന്നുണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിൽ
ഹൈഡ്രജൻ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനും വന്ദേ ഭാരതമൊക്കെ ഉണ്ടാക്കാൻ ഇന്ത്യ വളർന്നെങ്കിൽ, ഇന്ത്യ GDP-യിൽ മൂന്നാമതെത്തിയെങ്കിൽ, തീർച്ചയായിട്ടും പുതിയ ഇന്ത്യ ലോകത്തിന് വേണ്ടി നേതാവാകാൻ വരുന്ന വിശ്വഗുരുവിൻ്റെ ഇന്ത്യയാണ്. ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. അത് നരേന്ദ്രമോദിക്കാണ് അതിന് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അത് അനവരതം അനുസൂയം ഇത് തുടരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും 2025-ൽ ലോക പോലീസായിട്ട് നമുക്ക് മാറാൻ താല്പര്യമില്ലായിരുന്നു അമേരിക്കയെ പോലെ. പക്ഷേ ലോകത്തിൻ്റെ നിയന്താതാവാൻ, ലോകത്തിനെ ഉപദേശിക്കുന്നവരാകാൻ, ലോകത്തിന് കൈത്താങ്ങാകുവാൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യ ആ യാത്രയിലാണ്. ആ ജൈത്രയാത്ര തുടരട്ടെ. കാലം കാത്തിരിക്കുന്ന കാവ്യനീതി നടപ്പിലായി തുടങ്ങി. ഇന്ത്യയുടെ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, അതാരായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, ഏത് പാർട്ടിയായാലും പ്രധാനമന്ത്രി, തീർച്ചയായിട്ടും ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നു. ലോകം കാത്തിരിക്കുന്നു. എല്ലാ കണ്ണുകളും കാതുകളും ഇന്ത്യയിലേക്ക് തുറന്നിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് കാലത്തിനനുസരിച്ച് ഉയരാം.